അടുത്തൊരു പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയ ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയലാണ് ക്രോഷ്യ ടുലിപ്പ് കീ ചെയിൻ. ടുലിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ കൊണ്ടുവരാം കേട്ടോ. ലീഫ് പാർട്ടിന് വേണ്ടി ഗ്രീൻ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ക്രോഷ്യ ഹുക്ക് യൂസ് ചെയ്തിട്ടുള്ളത് 4mm ആണ്. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പേർപ്പിൾ കളറിലാണ്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് മാജിക് റിങ്ങും 6 സിംഗിൾ ക്രോഷ്യാണ്. സ്പൈറലാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ക്ലോസ് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ 6 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ കഴിയുമ്പോൾ 12 സ്റ്റിച്ചസ് ഉണ്ടാവും ടോട്ടലി. അപ്പോൾ അത് കൗണ്ട് ചെയ്തിട്ട് തന്നെ പോകണം. സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞാൽ തേർഡ് റൗണ്ട് എന്ന് പറയുന്നത് 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഈ ഒരു പാറ്റേണിൻ്റെ റിപ്പീറ്റേഷനാണ്. അപ്പോൾ കറക്റ്റ് പാറ്റേണിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ, ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഓരോ റൗണ്ടും കംപ്ലീറ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റ് ആയി. തേർഡ് റൗണ്ട് ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യൽ മസ്റ്റാണ്, അല്ലെങ്കിൽ പാറ്റേൺ കംപ്ലീറ്റ്ലി തെറ്റിപ്പോവും. റൗണ്ട് 4 എന്ന് പറയുന്നത് 2 സിംഗിൾ ക്രോഷ്യ ആൻഡ് നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസും. അതും 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് റൗണ്ട് 5 മുതൽ റൗണ്ട് 10 വരെ 1 സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്യുന്നതാണ്. ഓരോ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. അങ്ങനെ 6 റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആയി ടുലിപ്പിൻ്റെ. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് വഴി ഈ ഒരു റൗണ്ട് ക്ലോസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള ഫ്ലവറിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ചെയ്യാനുള്ളത് ഇതിൽ സ്റ്റഫിങ് ചെയ്തെടുക്കണം. പിന്നെ ടുലിപ്പിൻ്റെ സ്യൂയിങ് പാർട്ടുമാണ് കേട്ടോ. അപ്പോൾ സ്റ്റഫിങ് ചെയ്തെന്നത് കാണാം. ഇതുപോലെ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് വരുന്ന വരെ സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് സെൻറ്ററിൽ ഫോൾഡ് ചെയ്തിട്ട് സെൻറ്ററിലുള്ള സ്റ്റിച്ചസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നി കൊടുക്കാം. ഈസിയാണ്, വളരെ ഈസി ആയിട്ടുള്ള പാറ്റേൺ ആണ്. പിന്നെ അതുപോലെ ചെറിയൊരു മിനി ടുലിപ്പ് ഫ്ലവേഴ്സും ആണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുക. 2 സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 ടൈപ്പിലും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവർ റെഡിയായി. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് നെക്സ്റ്റ് റീല് ചെയ്യാം കേട്ടോ.